കോജിക് ആസിഡ് പല പ്രൊഡക്റ്റുകൾ നമ്മൾ കാണുന്ന ഒരു സംഗതിയാണ് കോജിക് ആസിഡ് എന്നുള്ളത്. പ്രത്യേകിച്ച് ഈ ഒരു സ്കാർ റിമൂവ് ചെയ്യുന്ന അല്ലെങ്കിൽ പിഗ്മെൻറ്റേഷൻ കുറയ്ക്കുന്ന പല പ്രൊഡക്റ്റുകൾ ക്രീമുകളൊക്കെ എന്ത് ചെയ്യും ഈ കോജിക് ആസിഡ് പ്രസൻസ് ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. ആക്ച്വലി ഇത് എങ്ങനെ ഹെൽപ്പ് ചെയ്യുന്നത് ചോദിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ തൈറോസിനസ് എന്ന് പറയുന്ന ഒരു എൻസൈം ഉണ്ട്. ഈ ഒരു മെലാനിൻ പ്രൊഡക്ഷനെ ഹെൽപ്പ് ചെയ്യുന്ന അല്ലെങ്കിൽ ആ പ്രോസസ്സിൽ വരുന്നൊരു സംഗതിയാണ് ഈ ഒരു എൻസൈം എന്ന് പറയുന്നത്. ഈ എൻസൈമിന് ബ്ലോക്ക് ചെയ്ത് കളയും ആര് ഈ കോജിക് ആസിഡ് എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഹൈപ്പർ പിഗ്മെൻറ്റേഷനും അതേപോലെ തന്നെ അക്നി സ്കാറിൻ്റെ കേസുകളിൽ മെലാസ്മയുടെ കേസുകളൊക്കെ എന്ത് ചെയ്യും ഇത് നന്നായിട്ട് ഹെൽപ്ഫുൾ ആയിട്ടുള്ളൊരു കണ്ടീഷൻ തന്നെയാണ്. പക്ഷേ ഇതിൽ ശ്രദ്ധിക്കാനുള്ളത് ഇത് നമ്മൾ അപ്ലൈ ചെയ്യണം അന്ന് തന്നെ എന്ത് ചെയ്യണം ഈ ഒരു നല്ല സൺസ്ക്രീനും മോയ്സ്ചറൈസറും അപ്ലൈ ചെയ്യാനും കൂടെ ഒക്കെ ശ്രദ്ധിക്കണം. കാരണം ചില ആളുകൾക്ക് എന്ത് ചെയ്യാറുണ്ട് ഈ കോജിക് ആസിഡ് അപ്ലൈ ചെയ്താൽ സ്കിന്ന് നല്ല രീതിയിൽ സെൻസിറ്റീവ് ആയിട്ട് മാറാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ സൺസ്ക്രീൻ മസ്റ്റായിട്ട് നമ്മൾ അപ്ലൈ ചെയ്യാൻ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. അത് മാത്രമല്ല നിങ്ങൾ ഒരിക്കലും എന്ത് ചെയ്യരുത് ഹൈ കോൺസെൻട്രേഷനിൽ ലോങ് ടൈം ആയിട്ട് എന്ത് ചെയ്യരുത് യൂസ് ചെയ്യുന്ന ഒരു കണ്ടീഷൻ ഉണ്ടാകരുത്. നിങ്ങൾക്ക് ആ ഒരു ബുദ്ധിമുട്ട് മാറിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യാം കോൺസെൻട്രേഷൻ കുറയ്ക്കാനോ അല്ലെങ്കിൽ അതൊന്ന് ചേഞ്ച് വരുത്താനോ ശ്രദ്ധിക്കുക. അപ്പോൾ എപ്പോഴും എന്ത് ചെയ്യുക സേഫ്റ്റി നോക്കിയിട്ട് മാത്രം ചൂസ് ചെയ്യാൻ ശ്രദ്ധിക്കുക എന്നുള്ളത് തന്നെ.